ഒരുമയുടെയും നന്മയുടെയും ആഘോഷങ്ങളുടെ മലയാളിയുടെ ഓണം വരവായി. മോനെ മോനെ വാ മോനെ, പൂക്കൾ പറിക്കാൻ പോവാം. ഓണമല്ലേ നാളെ. അമ്മേ, എന്താണ് ഈ ഓണം കഥ? എന്ത് പറഞ്ഞു തരാമോ? പണ്ട് മഹാബലി എന്നൊരു ധർമ്മിഷ്ഠനായ അസുര രാജാവ് ഉണ്ടായിരുന്നു. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സുവർണ നാളുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. പ്രജകളുടെ ഈ സന്തോഷത്തിൽ ദേവന്മാർക്കും അസൂയ തോന്നി. മഹാബലിയെ നാട് കടത്താൻ അവർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. എന്നിട്ടെന്താ, മനസ്സില്ലാ മനസ്സോടെ ഭഗവാൻ അതിന് വഴങ്ങി. അങ്ങനെ ഒരു നാൾ മഹാബലി അശ്വമേധയാഗം കഴിഞ്ഞ് മഹാറാണി വിന്ധ്യാവലി മധ്യേ ഇരിക്കവേ ഭഗവാൻ മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്ന് മഹാരാജാവിനോട് 3 അടി ഭൂമി ആവശ്യപ്പെട്ടു. വിഷ്ണു ഭക്തനായ രാജാവ് അതിന് സമ്മതിച്ചു. വാമനൻ പെട്ടെന്ന് ആകാശമൊട്ടങ്ങ് വളർന്ന്, എന്നിട്ട് ആദ്യത്തെ ചുവടും കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ ചുവടും കൊണ്ട് ആകാശവും വളർന്നെടുത്തു. അപ്പോ മൂന്നാമത്തെ ചുവട് എവിടെ വെക്കും? മൂന്നാമത്തെ ചുവട് എവിടെ വെക്കും എന്ന് ഭഗവാൻ മഹാബലിയോട് ചോദിച്ചു. സത്യസന്ധനായ മഹാബലി സ്വന്തം വാക്ക് പാലിക്കാൻ വേണ്ടി തന്റെ ശിരസ് കുനിച്ചു കൊടുത്തു. മഹാബലിയെ പാതാളത്തിലേക്ക് മഹാവിഷ്ണു ചവിട്ടി താഴ്ത്തി വിട പറയുന്നതിന് മുമ്പ് രാജാവിന്റെ ആഗ്രഹപ്രകാരം താൻ ജീവതുല്യം സ്നേഹിക്കുന്ന പ്രജകളെ വർഷത്തിൽ ഒരിക്കൽ വന്ന് കാണുന്നതിനുള്ള വരം ഭഗവാൻ കൊടുത്തു. കഥ മനസ്സിലായോ മോനെ? അങ്ങനെ മാവേലി മന്നനെ ആണ്ടിലൊരിക്കൽ നമ്മൾ കേരളീയർ വരവേൽക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ എല്ലാം പൊന്നോണം. പിറന്നു ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പെയ്തു